പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ അതിഥി ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ഏറ്റവും മഹത് വ്യക്തി, സിനിമാ ലോകത്തിന് അറിയാവുന്ന ഒരു വ്യത്യസ്തനായ നടൻ. ഒരുപക്ഷെ ലോകത്ത് ഇതുപോലൊരു കൂടിച്ചേരലുണ്ടാവില്ല. ഒരു സംവിധായകൻ്റെ ജീവിതത്തിൽ എവിടെ നിന്നോ കണ്ടെടുത്ത ഒരു സാധാരണ മനുഷ്യനും തമ്മിലുള്ള ബന്ധം. എൻ്റെ പ്രിയപ്പെട്ട വാവച്ചൻ. വാവച്ചൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടില്ലേ? ഏതാ? ആനത്തലയോളം. ഒന്ന് പാടിക്കുക. ആനന്ദ ശ്രീകൃഷ്ണ പൈക്കരമേക്കുവാൻ പാലത്തൈക്കരം മൈക്കന്ന പൊന്നുനീവമുക്ക് മനസമ്മതം മനസ്സമ്മതങ്ങൾക്ക് മനസ്സുരീതത്തെ മധുര 17 എന്ന് പറഞ്ഞപ്പോ എന്താ ഒരു ആ പെണ്ണിന്റെ ഓമലാളെ കണ്ടു പാവാട എന്താ താമര ആച്ചാ, സിനിമ കാണാൻ ഇഷ്ടമാണോ? പണ്ട് കണ്ട സിനിമ വല്ല ഓർമ്മയുണ്ടോ? പണ്ട് ഓർമ്മയില്ല. കരുണം കണ്ടില്ലേ? കണ്ടായിരുന്നു. ലൗഡ് സ്പീക്കർ കണ്ടോ? തിളക്കം കണ്ടോ? തിളക്കം ഏറ്റവും ആദ്യം അഭിനയിച്ച സിനിമ ഏതാ വാവച്ചൻ? ഹൈവേ. ആ, ഹൈവേ. അതിൽ ആരായിരുന്നു അഭിനയിച്ചേ? ആ, വാവച്ചനെ കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ മദ്രാസിന്? ബാലപ്രിയയുടെ പോകാനായിട്ട് നിൽക്കുകയല്ലായിരുന്നു? നമ്മളെയൊക്കെ വിട്ടിട്ട് അങ്ങ് പോവുക അല്ലേ? അല്ല, പാർട്ടിയാ. പിന്നെ തിളക്കത്തിലല്ലേ കാവ്യമാധവനോട് പോവാന്ന് പറഞ്ഞത്? അയ്യോ, നല്ല പാർട്ടിയാ. കാവ്യ. ആ, നല്ല സിനിമയല്ലേ തിളക്കം? തിളക്കത്തിൽ എന്തായിരുന്നു വാവച്ചൻ ഇങ്ങനെ നോക്കുന്നത്? എങ്ങനെയാ നോക്കുന്നത്? എന്താ നോക്കുന്നത്? പഞ്ചവർണ്ണത്തിനാണോ? അവൻ ഓടിപ്പോയിട്ട് മുണ്ട് പറിക്കുന്നത് നോക്കാൻ വേണ്ടിയില്ല ഇങ്ങനെ വെച്ചേ അല്ലേ? ഓ, കഷ്ടായിപ്പോയില്ലേ. എത്ര സിനിമ അഭിനയിച്ചു? സ്നേഹം, ചിത്രശലഭം, പിന്നെ കണ്ണകി, പിന്നെ കരുണം, ലൗഡ് സ്പീക്കർ, ബൈ ദ പീപ്പിള്, പിന്നെ തിളക്കം, പിന്നെ ഏതായിരുന്നു? ദൈവനാമത്തിൽ അഭിനയിച്ചല്ലോ, കണ്ണാടിയൊക്കെ വെച്ച്. ദൈവനാമത്തിൽ. ആ, ദൈവനാമത്തില് കണ്ണാടിയൊക്കെ വെച്ചിട്ട് അല്ലേ? ആ, പിന്നെ ഏതായിരുന്നു? കൊറേ സിനിമയായി അല്ലേ? ഒത്തിരിയായി. ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ വാവച്ചൻ അഭിനയിച്ചത്? കരുണ ആയിരിക്കും. ഏലിയാമ്മച്ചേർത്തി ഉള്ളതുകൊണ്ട് കരുണ ആയിരിക്കും. എനിക്കറിയാം അല്ലേ? ശരിക്കും അതിലേ ഏലിയാമ്മച്ചേർത്തിയും വാവച്ചനും തമ്മില് ആ സിനിമ കഴിഞ്ഞപ്പോഴേ വലിയ സ്നേഹമായിരുന്നോ? ആയിരുന്നോ?
പാവച്ചൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എന്നാൽ പിന്നെ നമുക്ക് ഒരു കല്യാണമൊക്കെ ഒന്ന് കഴിക്കണ്ടേ? ഉം. കല്യാണം കഴിക്കുവാണല്ലേ? വേണ്ട വേണ്ട. ഇന്നാളെ ഇടയ്ക്ക് നമ്മളൊരു കത്ത് വന്നില്ലേ പാവച്ചന്? ഞാൻ കല്യാണം കഴിക്കാൻ സമ്മതമാണ്, 5 പിള്ളേരുണ്ടെന്ന് പറഞ്ഞ്. ചുങ്കപ്പാറ അല്ലേ? തൃശ്ശൂർക്കാരിയായിരുന്നോ? അവരെന്താ എഴുതിയേ? ആണോ? അയ്യോ, കല്യാണം കഴിക്കായിരുന്നു, പക്ഷെ ഈ 5 പിള്ളേരെ നോക്കുന്ന ഓർത്തപ്പോ. അതെ. ഇനി അഥവാ കല്യാണം കഴിക്കുവാണെങ്കിൽ എത്ര വയസ്സുള്ള പിള്ളേരെ നോക്കണം? 20? 20 കൂടിപ്പോയി അല്ലേ? 30? 30 വരെ പോവാം. ശരി. 2 പിള്ളേര്? അതെ, ഈ വരുന്ന ആളെ പാവച്ചനെ വൃത്തിയായിട്ട് നോക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കുളിപ്പിച്ച് കിടത്തണ്ട. ഇന്നാളെ ഒരു കള്ളം വന്ന് പാവച്ചന്റെ വീട് താമസിച്ചല്ലോ, പാവച്ചന്റെ വീട്ടിൽ നിന്ന് താമസിച്ചില്ലേ? എന്നിട്ട് അവനോട് പോകാനും പറഞ്ഞില്ലേ പാവച്ചൻ? പക്ഷെ പൊക്കോളം പറഞ്ഞു, പക്ഷെ പോയില്ല അല്ലേ? കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ലേ പോയത്? അപ്പൊ അവൻ കഞ്ഞി ഉണ്ടാക്കി തന്നു അല്ലേ? പിന്നെ കുളിപ്പിക്കായിരുന്നു അല്ലേ? പത്രമൊക്കെ വായിച്ചു തരും അല്ലേ? നല്ല മനുഷ്യനായിരുന്നു അല്ലേ? പക്ഷെ എന്തിനാ പറഞ്ഞു വിട്ടെ? എന്നാലും കള്ളനല്ലേ അല്ലേ? കള്ളന് കഞ്ഞി വെച്ച് നമുക്കാണ് അവൻ കഞ്ഞി വെച്ച് തരാൻ പോകുന്നത് അല്ലേ? മാവച്ചൻ എത്രാം ക്ലാസ് വരെ പഠിച്ചു? 2 വരെ. അപ്പൊ എണ്ണാനൊക്കെ അറിയില്ലേ? പറഞ്ഞു എണ്ണിക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. മതി, അത്ര പഠിച്ചാൽ മതി. പിന്നെ അതിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലേ? എത്ര ആവശ്യം നമുക്ക്? അക്ഷരം ഏതൊക്കെയാ പഠിച്ചത്? റൂ, എലു, പഠിച്ചു. അത് അറിയാമല്ലോ അല്ലേ? അപ്പൊ അക്ഷരം മുഴുവൻ അറിയാം, 10 വരെ എണ്ണാനും അറിയാം അല്ലേ? അത്ര പഠിച്ചാൽ മതി. പാവച്ചനെ ഈ വായിക്കാൻ അറിയോ? ഇല്ല, വായിക്കുന്ന ഇഷ്ടമല്ല. ഓ ശരി. അപ്പം ഈ മലബാറിലൊക്കെ ഒറ്റയ്ക്ക് ബസ്സിൽ പോകുമല്ലോ ഇല്ലേ? അവിടെ എങ്ങനെ പോകുന്നു പാവച്ചൻ? ബസ്സിൽ എങ്ങനെ പോകും? അന്നേരം ബസ്സിൽ എങ്ങനെ ചോദിക്കും? ബസ് വായിക്കാൻ അറിയില്ലല്ലോ, അപ്പൊ എങ്ങനെയാ പോകുന്നത്? ഓഫീസിൽ പോകും. ഓഫീസിൽ പോയി ചോദിക്കും. എല്ലാം നമ്മുടെ പരിചയക്കാരാ അല്ലേ? ഓഫീസുകാർ. എല്ലാവർക്കും സല്യൂട്ട് അടിക്കും അല്ലേ? പോലീസുകാരെല്ലാം ഇഷ്ടമല്ലേ? വലിയ ഇഷ്ടമല്ലേ? പോലീസ് പാവച്ചൻ നല്ല ആൾക്കാരാ. പക്ഷേ ഐ ജിയാണ് പാവച്ചന് ഇഷ്ടം അല്ലേ? തെമ്മാടികളുണ്ട്. എസ് ഐ തല്ലി. അന്നേരം ചെയ്യേണ്ടതായിരുന്നു, അന്നേരം തൊപ്പി തെറിപ്പിക്കായിരുന്നു അല്ലേ? നമ്മളെടുത്താ കളി. കുന്നുമത്ത്. പുതിയ പോലീസ് സ്റ്റേഷൻ. ആണോ? ഓഹോ, ഓ അത് ശരി. ഓ പോലീസ് സ്റ്റേഷനെ വേണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഓ
ദൈവത്തിന് നോക്കാൻ വാവച്ചൻ സ്റ്റീഫനെ പിടിച്ച വാവച്ചനായിരുന്നോ? ആണല്ലോ. എങ്ങനെ പിടിച്ചേ? ജീപ്പിൽ പോവായിരുന്നു, എന്നിട്ട് ഓടിച്ചു. എങ്ങനെയുള്ള സ്ഥലമായിരുന്നു? വനമായിരുന്നോ? പിന്നെ പോയി എന്നിട്ട് വനത്തിൽ കൂടെ ഓടിയോ? എന്നിട്ട് എങ്ങനെ പിടിച്ചത്? ഓടിച്ചിട്ട് പിടിച്ചു. ആ, ലാത്തി എറിഞ്ഞെന്നൊക്കെ പറഞ്ഞില്ലേ പണ്ട്? എറിഞ്ഞു. ആ ആ. അപ്പൊ എറിഞ്ഞപ്പോ വീണു, പിടിച്ചു. അന്ന് തോക്കൊന്നും കയ്യിലില്ലേ? ഇല്ല. വിസില്. ആ, വിസിലടിച്ചിട്ട് പിടിക്കാൻ പറയും. ആ ആ, അത് നല്ല പരിപാടിയാ. CBI. ഓഹോ. ഓ, അത് ശരി. അപ്പൊ ഈ CBIയും പിടിക്കാൻ പറ്റാത്ത കേസോ വാവച്ചൻ പിടിക്കും. ആ, അത് ശരി. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുള്ളൂ. പണ്ട് തൊട്ടേ പോലീസുകാരെ വലിയ ഇഷ്ടമാണോ? ആണല്ലേ. ഓരോ സ്ഥലത്തും SI-മാരൊക്കെ സ്ഥലം മാറുമ്പോ എങ്ങനെയാ വാവച്ചൻ അറിയുന്നത്? ആര്? എപ്പി പറയും. ആ ആ ആ. ഓ, അങ്ങനെ. ഓ, നിങ്ങൾക്ക് വയർലെസ് കിട്ടും അല്ലേ? ആ. ഇപ്പൊ കോട്ടയത്ത് എപ്പി ആരാ? മറന്നുപോയോ? പത്തനംതിട്ട ആരാ? സാബു സാറുണ്ട് ഇപ്പം പത്തനംതിട്ടയില്. DIP സാബു, നമ്മുടെ സിനിമയിൽ അഭിനയിച്ച സാബു സാറില്ലേ? പത്തനംതിട്ട എപ്പി ഇപ്പം. ആ, DSP. അപ്പൊ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാവച്ചനെ കാണാൻ വരും അങ്ങോട്ട്. വാവച്ചനെ എന്നെ കണ്ട ഓർക്കുണ്ടോ ചെറുപ്പത്തില്? സാറ് ഡയറക്ടർ ആയപ്പം എടുത്തോണ്ടാണെന്ന് തന്നെ അല്ലേ? ആ, നന്നായി വാ. അപ്പോ ഈ എടുത്തോണ്ട് നടക്കുമ്പോഴേ അന്ന് എന്നാ സിനിമയിൽ അഭിനയിക്കണം തോന്നിയപ്പോഴാ? അപ്പൊ ഈ അന്ന് ഈ ചങ്ങനാശ്ശേരിയില് വലിയ വീട്ടിലാണല്ലോ വാവച്ചൻ. എത്ര പേരാ നിങ്ങള്? മൂത്താളുടെ പേരെന്താ? 4 പേര്. 4 ആണുങ്ങൾ. മൂത്താളുടെ പേരെന്താ? 5. 5 6. 2 പെങ്ങന്മാരില്ലേ? 4 ആണുങ്ങളും. അപ്പൊ 6 പേരായി. അപ്പൊ മൂത്താളുടെ പേരെന്താ? കുഞ്ഞുഞ്ഞ്. കുഞ്ഞുഞ്ഞ കറിയ. കറിയ ദേവസ്യ. പിന്നെ 3 ആയുള്ളൂ. ഒരാളുണ്ട്. ആ, വാവച്ചൻ. ഓർത്തില്ല. ആ, പിന്നെ പെങ്ങന്മാര് 2 പേര് ആരൊക്കെയാ? തങ്കമ്മ, ചിന്നമ്മ. ഓക്കെ. അപ്പൊ അതിൽ ആരൊക്കെ ഉണ്ട് ഇപ്പം? ചിന്നമ്മയും വാവച്ചനും മാത്രമേ ഉള്ളൂ. ബാക്കിയല്ല നമ്മളെ കൂട്ടുന്നില്ലേ? അതെന്താ? വാവച്ചൻ ഇത്ര വലിയ വീട്ടിലായിട്ടും എന്താ വീട്ടിൽ ഇങ്ങനെ പോകാതെ? ആ ആ ആ. ചിന്നമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടില്? പിള്ളേര് എല്ലാം പേർഷ്യക്കാരാ. അപ്പൊ സ്പ്രേ കൊണ്ട് തന്നു കാണല്ലോ? സ്പ്രേ ഒക്കെ കൊണ്ട് തന്നോ? ഇല്ലേ? കുപ്പി തന്നോ? ഇല്ല. ല്ലേ? ആദ്യം തരത്തില്ല. ആ, പൈസ. മനസ്സിലായി. പിന്നെ നമ്മുടെ ഈ വാവച്ചൻ ഇത്ര വലിയ വീട്ടിലായിട്ട് അന്നെന്താണ് എല്ലാ വീട്ടിലും ഇങ്ങനെ വാവച്ചൻ പോയിട്ട് പറമ്പ് കിളയ്ക്കാനും വിറക് കീറാനൊക്കെ വെള്ളം കോരാനൊക്കെ പോയി എന്തിനായിരുന്നു? ആണോ? ആരും നോക്കുകയല്ലായിരുന്നു? പുറന്തള്ളി. അതെന്തുകൊണ്ടാ പുറന്തള്ളിയെ? വീതം ചോദിച്ചത്? വീതം ചോദിച്ചൊക്കെ വലുതായപ്പോഴല്ലേ വീതം ചോദിച്ചേ? കൊച്ചുകുട്ടിയായിരുന്നപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കില്ലായിരുന്നു.
രണ്ടാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ ഇങ്ങനെ ഓരോ വീട്ടിലൊക്കെ പോവുക, പാട്ട് പാടുക. ഈ ആനത്തലയോടൊക്കെ അന്ന് പാടിയിട്ടുണ്ട്, എനിക്കറിയാം. അല്ലേ? ഓമലകളെ കണ്ടു, അതൊക്കെ അന്ന് പാടുമായിരുന്നു. അല്ലേ? വെള്ളം കോരി കൊടുക്കുക. പോലീസ് സ്റ്റേഷനിലൊക്കെ വെള്ളം കൂട്ടി കൊടുക്കില്ലേ? പോലീസ് ക്വാർട്ടേഴ്സിലൊക്കെ. ചങ്ങനാശ്ശേരി. ആ, എസ് ഐ തല്ലി പാവച്ചനെ ചങ്ങനാശ്ശേരിയില്. ആ, തോമസ്. ഓ, എന്തിനാ തല്ലിയത്? കുടം ചോദിച്ചാ എന്തിനാ തല്ലുന്നത്? അല്ല, പാവച്ചൻ കുടം എന്ന് ചോദിച്ചപ്പോ അവര് തെറ്റിദ്ധരിച്ചാണ് അല്ലേ? നാക്ക് തിരിയാത്തത് കൊണ്ട്. ഓ, എസ്ഐയുടെ ഭാര്യയാണ് പ്രശ്നം ഉണ്ടാക്കി അല്ലേ? എസ്ഐയുടെ ഭാര്യയോട് പോയി കുടം ചോദിച്ചു. നമ്മുടെ നാക്ക് തിരിയാത്ത എസ് ഐ ഒന്ന് അടിച്ചു. വൃത്തിയോട് പറയാന്ന് ചോദിച്ചാൽ അടിച്ചു അല്ലേ? അന്നാണ് പല്ല് പോയെന്ന് പറഞ്ഞാൽ ശരിയാണോ? അത് പല്ല് പോയി അല്ലേ? എസ് ഐ അടിച്ചപ്പോ. എന്നിട്ട് നേരെ കംപ്ലൈന്റ് ചെയ്തു. എസ് പി എടുത്ത്. എന്നിട്ട് ആരടിച്ചെന്ന് ചോദിച്ചു. ഈ പാവത്തിന് എന്തിനാ അടിച്ചെന്ന് ചോദിച്ചു, കുടം ചോദിച്ചേ അല്ലേ? ആ, എസ് പി ചോദിച്ചു എസ് ഐയോട്. വെറുതെ കുടമല്ലേ ചോദിച്ചുള്ളൂ, അതിന് തല്ലേണ്ട കാര്യമുണ്ടോ? അല്ലേ? അമ്മാഞ്ചി ഭാസ്കരൻ നായർ, പണ്ട് മന്ത്രി അയാള്. എപ്പി അങ്ങയുടെ അനിയനായിരുന്നു. ഓ, അത് ശരി. അത് എപ്പി അവനെ വിളിച്ച് വഴക്ക് പറഞ്ഞല്ലേ? ആ, പണിക്കര് സാറ്, അമ്മാഞ്ചി പണിക്കര്. ആ, എപ്പി ആയിരുന്നു. ആ, അപ്പൊ ഒരു കുടം ചോദിച്ചതിന് നമ്മുടെ നാക്ക് തിരിയാത്തത് അല്ല, നാക്കിങ്ങനെ ആയിപ്പോയത് അല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ, തോമസ് പ്ലാക്കല്ലോ. ആ, കൊള്ളാം. ആണല്ലേ? അന്ന് എസ് പിയുടെ കംപ്ലൈന്റ് പറഞ്ഞ ശേഷം പിന്നെ ചങ്ങനാശ്ശേരി കണ്ടിട്ടില്ല. അതാണ് ബാവച്ചന്റെ ആ പവർ അല്ലേ? ഈ വഴിയെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ പോലീസുകാരെ സല്യൂട്ട് ചെയ്യത്തില്ലേ ബാവച്ചൻ? എല്ലാവർക്കും അറിയാം ബാവച്ചനെ അല്ലേ? പോലീസ് ഡിപ്പാർട്ട്മെന്റ്, എസ് പി, കോട്ടയത്താണെങ്കിലും കളക്ടർ വന്ന ബാവച്ചനെ കണ്ട് ഒപ്പിട്ട് തരും അവര് അല്ലേ? എഫ് പി ഒന്ന് ഒപ്പിട്ട് തരും. എല്ലാവർക്കും അറിയാം അല്ലേ? അതെന്തുകൊണ്ട് ഇത്ര പണ്ട് തൊട്ടേ? എന്തോ കളക്ടർ പുതിയ കളക്ടറാ ഇപ്പൊ പുതിയ കളക്ടറാണ് വന്നിട്ടുള്ളത്. നമുക്ക് നാളെ പോവാം. നാളെ പോയിട്ട് ഒന്ന് പരിചയപ്പെടാം. അങ്ങനെ കുടം ചോദിച്ചു അല്ലേ? ഈ കളിയാ നമ്മള് ചെറിയ സ്നേഹം കൊണ്ട് ചോദിച്ചു, വെള്ളം കോരി കൊടുക്കാന്ന് വിചാരിച്ചു ചോദിച്ചു അല്ലേ? അപ്പോ ഈ ഇപ്പം കരുണ അഭിനയിച്ചപ്പോഴേ ബാവച്ചനെ എല്ലാരും വഴിയെ പോകുന്നവരെല്ലാരും ബാവച്ചനെ പിന്നെ കാണുമ്പം സല്യൂട്ട് ചെയ്യുമോ അല്ലേ? നായൻ ഹീറോ വരും പറയും. ഓ, അപ്പൊ വീടിന്റെ പേരും കരുണം തന്നെയല്ലേ ബാവച്ചന്റെ? കരുണം ബാവച്ചൻ അറിയുന്നത് എല്ലാരും അല്ലേ? ബാവച്ചനെ കരുണം നമ്മള് എന്നാ പരിപാടി? ഓണത്തിനാണോ അതോ ഈസ്റ്ററിനോ? ഉണ്ടോ? ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഓഹോ, വെള്ളപ്പാർട്ടി അല്ല. വെള്ളം നമുക്ക് ഇഷ്ടമല്ലല്ലോ.
ഉദ്ഘാടനം ചെയ്തു. ആ ക്ലബ്ബ് അല്ലേ? ഫണ്ട് 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 ഫണ്ട്. ആ ആ ഫണ്ടല്ല ആ പന്ത് പിള്ളേർക്ക് കളിക്കാൻ ആ പന്ത്. ആ കേക്ക് ഓക്കെ. പന്ത് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ പന്ത് കാലുകൊണ്ട് അടിച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. ആ അത് ശരി. പഴയ കളിക്കാരനാ. ആ ചങ്ങനാശ്ശേരിയില് ഫുട്ബോൾ കാണാനൊക്കെ പോവല്ലേ ചെറുപ്പത്തിൽ? എന്നിട്ട് വിസിലടിക്കും, സപ്പോർട്ട് ചെയ്യും അല്ലേ? നമ്മുടെ ഔട്ടപ്പള്ളിയിലെ എല്ലാരും ഗോളികളല്ലേ? ഔട്ടപ്പള്ളി അച്ഛന്റെ അനിയന്മാരൊക്കെ അല്ലേ? അവരുടെ കളിയൊക്കെ കണ്ടിട്ടുണ്ടോ? ആ അച്ഛനായിട്ട് വലിയ കൂട്ടായിരുന്നു അല്ലേ? അച്ഛനാ കോട്ടയത്ത് കൊണ്ടുവന്നേ അല്ലേ? അച്ഛൻ എന്താ വിളിക്കുന്നത് വാവച്ചനെ? എന്റെ അച്ഛനെ വാവച്ചൻ എന്താ വിളിക്കുന്നേ? കള്ളുവാവേ. ഇപ്പോഴും ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. കൊച്ചു കഥ എന്ത് വാവയാ? കരുവാ കള്ള. അതെന്തുകൊണ്ടാ കള്ളുവാന്ന് വിളിക്കുന്നത്? ഈ പയ്യന് ആ അച്ഛൻ ആ കരുവാണ് കള്ളുവായെന്ന് വിളിച്ചു. അതുകൊണ്ട് പാവം കള്ളു കുടിക്കാത്ത തന്നെ അല്ലേ? വല്ലപ്പോഴും ഡെയിലി വിളിക്കുന്ന ഒരാളെ എങ്ങനെ കള്ളുവായെന്ന് വിളിക്കും അല്ലേ? ഹൈവേ സിനിമ നമ്മൾ ചങ്ങനാശ്ശേരി അപ്സര തിയേറ്ററിൽ റിലീസ് ചെയ്തേ അല്ലേ? ഓർക്കുന്നില്ലേ? ആവശ്യം കാണാൻ പോയി. അതെന്ത് പറ്റി? അവർ കേട്ടില്ലേ? അവ കേട്ടില്ല. പാവച്ചനെ അഭിനയിച്ചിട്ടുണ്ടെന്ന് അവർക്ക് അറിയില്ല അല്ലേ? അവ കേട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാ? എന്നിട്ട് എങ്ങനെ കയറിയാകത്ത്? കമ്മീഷനൊക്കെ കമ്മീഷൻ വിളിച്ചു. മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ കമ്മീഷൻ. ആ കമ്മീഷൻ സ്റ്റേ ചെയ്തു. വേറെ ഓ അത് ശരി. നമ്മളെ കേറ്റാതെ പടം കളിക്കാൻ അല്ലേ? ഓഹോ സ്റ്റേ കൊടുത്തു കമ്മീഷൻ. അപ്പൊ സിനിമയുടെ പെട്ടി പടം കഴിഞ്ഞിട്ടേ സിനിമയുടെ പെട്ടി ബസ്സിൽ കയറ്റി കൊണ്ടുപോയപ്പോഴേ ആ ബസ്സിൽ കയറി വാവച്ചനും പോയെന്ന് പറഞ്ഞല്ലോ ആരുണ്ട്? അത് ശരിയല്ലേ? എവിടം വരെ പോയി? കുറെ കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ തിരിച്ചു വന്നത്. 2 മാസം കഴിഞ്ഞിട്ടാണല്ലോ തിരിച്ചു. എവിടം വരെ പോയെന്ന് ഓർക്കുന്നു? നല്ല സ്ഥലമായിരുന്നു. മലബാറിൽ പോയപ്പോഴേ നമ്മൾ ജപ്പാനിൽ പോകാൻ വേണ്ടി വാവച്ചന് പ്രായം എത്രയുണ്ടെന്ന് അറിയാൻ നമ്മൾ ഡാഡിയെ കാണാനാ പോയത്. എവിടെയാ? മലബാറില്. ഡാഡി വാവച്ചന്റെ ആരാ? അത് ചിറ്റപ്പന്റെ മോൻ അല്ലേ? മോൻ വാവച്ചന്റെ ചേട്ടൻ. ആ നമ്മൾ അവിടെ പോയിട്ടാണ് ഡാഡിയാണ് പറഞ്ഞത് ഇവൻ എന്നെക്കാട്ടിലും 1 വയസ്സിന് ഇളകാണ്. എന്നിട്ട് ഡാഡി പറഞ്ഞപ്പോ മമ്മിയും പാവായിരുന്നു. എന്നിട്ട് ഡാഡി പറഞ്ഞിട്ടാണ് വാവച്ചന് പേര് പാസ്പോർട്ടിൽ വാവച്ചന്റെ പ്രായം എത്രയാന്ന് എഴുതി മറ്റേ പാസ്പോർട്ട് ഓഫീസർക്ക് കൊടുത്ത് അവര് വാവച്ചനെ കണ്ടപ്പോഴേ സല്യൂട്ട് അടിച്ചു. അന്നേരം പാസ്പോർട്ട് എഴുതി കൈത്തറി. പട്ടാളക്കാര് നമ്മളെ കണ്ട സല്യൂട്ട് ചെയ്യാതിരിക്കുന്നില്ലല്ലോ അല്ലേ? പട്ടാളവും പോലീസും അല്ലേ? എന്നിട്ട് നമ്മൾ ജപ്പാനിൽ പോയല്ലോ. ജപ്പാനില്ലേ? ജപ്പാനിൽ പോയില്ലേ? ജപ്പാനിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ആ നല്ല ആൾക്കാരാ. അവരെ ഓർത്ത് വാവച്ചൻ ജപ്പാനിലുള്ള ആളാന്ന് വിചാരിച്ചു. കാരണം ഇതൊക്കെ ഇട്ടിട്ടേ ഇങ്ങനെ താടിയൊക്കെ കണ്ടപ്പോ അവരോർത്ത് ജപ്പാൻകാരനാന്ന് വിചാരിച്ചു. ആ എനിക്ക് ഓർക്കുന്നുണ്ട്. ഒരു മാതാമ വാവച്ചൻ വിളിച്ചോണ്ട് പോയി. അത് ഞാൻ നോക്കിട്ട് എവിടെയും കാണുന്നില്ല. വാവച്ചനെ മാതാമ വിളിച്ചോണ്ട് പോയി. കയ്യിലിരിപ്പ് ശരിയല്ല. എന്ത് ചെയ്യുന്നതാ?
എന്നെ കാണുന്നില്ല പിന്നെ മറ്റു ഒരു സിനിമ കാണാനില്ല. എന്നെ കാണാനില്ല. അപ്പൊ മൈക്കിൽ കൂടെ പറഞ്ഞു ഒരു സിനിമാക്കാരനെ കാണാനില്ല എന്ന് പറഞ്ഞു. അന്നേരം അവിടുന്ന് വിളിച്ചോണ്ട് വന്നു. പിന്നെ എനിക്കിപ്പോ മദാമ്മയുടെ കൂടെ പോയി. എന്ത് കഴിഞ്ഞ എന്നിട്ട് അവിടെ സിനിമ കരുണം കാണിച്ചു കഴിഞ്ഞപ്പോഴേ അവര് പറഞ്ഞു എന്തെങ്കിലും പറയാൻ പറഞ്ഞപ്പോ ആവശ്യം പാട്ട് പാടി. ഓർക്കുന്നുണ്ടോ? ഏത് പാട്ടാ പാടിയത്? ജപ്പാൻകാരൊക്കെ ഭയങ്കര കൈയടിയായിരുന്നു ഈ പാട്ട് കേട്ടിട്ട്. നല്ല കൈയടിയായിരുന്നു. അവർക്ക് ഇഷ്ടമായി കേട്ടോ. അവര് നോക്കിയപ്പോ ജപ്പാനിലെ ഒരാള് മലയാളത്തിൽ പാട്ട് പാടുന്നു അല്ലേ? പോയില്ല. എവിടെ? മോസ്കോയിൽ പോയില്ല. ടിക്കറ്റ് കിട്ടിയില്ല. അല്ലെ മോസ്കോയിലും പോയാ നമ്മള് അല്ലേ? ഓ കഷ്ടമായി പോയി. അപ്പം ജപ്പാനിൽ പോയി മോസ്കോയിൽ പോകാൻ പറ്റിയില്ല. ഇനിയും പോവാം നമുക്ക്. നമ്മളുടെ പുതിയ സിനിമയും കൊണ്ട് പോവല്ലോ. ഇനി എന്താ വാവച്ചന്റെ ആഗ്രഹം? അതെന്താ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം ചാകാനോ? അല്ലേ? അങ്ങനെയാണോ? അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണം അല്ലേ? വലിയ നടന്മാർക്ക് ഇപ്പൊ എനിക്ക് മനസ്സിലായി. കരുണ സിനിമ ഷൂട്ട് ചെയ്യുമ്പോ ശവപ്പെട്ടിക്കകത്ത് കിടക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. എന്നിട്ട് വാവച്ചൻ നല്ല പേടിയില്ലായിരുന്നു? കണ്ണ് തുറക്കരുത് വാവച്ചാന്ന് പറഞ്ഞപ്പോഴും വാവച്ചൻ കണ്ണ് കിടക്കാൻ നോക്കും. മരിച്ചു നോക്കുന്ന അതെ. മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചില്ല ഒരു പടത്തില്. അതേത് പടമായിരുന്നു? അതിലെന്തായിട്ടായിരുന്നു? ചാവക്കോട്ടെ പോയിരിക്കുക വെറുതെ. പേടിച്ചു പോയാ? എന്നിട്ട് ഇല്ല, ചെറിയ പേടി. ഇത് കല്ലറയുടെ മുകളിൽ കയറി ഇരിക്കുക രാത്രിയില്. എന്നിട്ട് മമ്മൂട്ടി എന്ത് പറഞ്ഞു അഭിനയിച്ചു കഴിഞ്ഞപ്പോ? അല്ലേ? സല്യൂട്ട് അടിച്ചോ? അടിച്ചു. അങ്ങനെ മമ്മൂട്ടിയോട് അഭിനയിച്ചു അല്ലേ? പിന്നെ ഏലിയാമ്മച്ചേട്ടനോട് അഭിനയിച്ചു. സുരേഷ് സുരേഷ് ഗോപിയോട് അഭിനയിച്ചല്ലോ. മകൾക്ക് അതിനകത്ത് എന്തായിരുന്നു കഥാപാത്രം? വട്ട. അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി എവിടൊക്കെ പോണെന്ന് ആഗ്രഹം? മലബാറിൽ പോണ്ടേ? പോണം. മലബാറിൽ പോണം. ഇനി ജപ്പാനിൽ ഒന്നുകൂടെ പോണോ? ഒന്നുകൂടെ പോണം. മോസ്കോയിൽ പോണം അല്ലേ? മോസ്കോയിലും. പിന്നെ ദുബായി പോകണ്ടല്ലോ. പോണോ? ദുബായ് അങ്ങനെ സ്ഥലമുണ്ട് ദുബായ്. പേർഷ്യയില് പേർഷ്യ പോണം. ഡൽഹി പോണോ? സോണിയാഗാന്ധി കാണാൻ പോണം. അവിടെ പോയിട്ട് ആണുങ്ങളാരും കാണണ്ട, സോണിയാഗാന്ധി കാണാൻ. എന്ത് ചെയ്യും? ബോംബെ പോണോ? ബോംബെയില് പോണ്ടേ? ബോംബെയില് ഒരു പ്രാവശ്യം പോണം. ബോംബെ അല്ലേ? ബോംബെയിൽ ഒരു പ്രാവശ്യം പോകണ്ടേ? ബോംബെ പോയ അവിടെ ഇപ്പൊ ആരും ഇല്ല. എന്താ പറയാത്ത? ചെവി പറ. ആരെ? പിള്ളാര്? അല്ലല്ല, അത് മനസ്സിലായി. നീ അത് വേണ്ട. അത് മനസ്സിലായി. ഇപ്പൊ കിട്ടി. ബോംബെ പോകുന്ന എന്തിനാന്ന് മനസ്സിലായി.
കയ്യിലിരിപ്പ് കൊള്ളാം കേട്ടോ. നല്ല ഇരിപ്പല്ലേ ആ, കയ്യിരിപ്പ് നല്ലതല്ലേ എത്ര ഇപ്പൊ എത്ര വയസ്സായി? എത്ര വയസ്സായി ഇപ്പൊ? തൊണ്ണൂറാ 90 93 94 ആയി. 94 ആ അതെ ആ കണ്ടാ ചെറുപ്പമാ. ആ കണ്ടാ തോന്നും പെരുപ്പമാണെന്ന്. ചെറുപ്പമാണെന്ന്, പക്ഷെ ചെറുപ്പമല്ല. മനസ്സിലിരിപ്പും ചെറുപ്പമാ അല്ലേ? വാവച്ചന്റെ കഥയില്ലേ, ഞാൻ എഴുതില്ലേ വാവച്ചന്റെ ജീവചരിത്രം, ശ്രീ 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 വാവച്ചന്റെ സുവിശേഷം ഇല്ലേ? അതിൽ വാവച്ചൻ അഭിനയിക്കണ്ടേ വേണ്ടേ? ഈ പെരുന്നാളൊക്കെ പെരുന്നാള് പാറപ്പള്ളി പെരുന്നാൾ എന്നാ 8-ാം തീയതി. ആ ഈ പെരുന്നാളൊക്കെ വാവച്ചൻ എങ്ങനെ അറിയും? വാവച്ചൻ വായിക്കാൻ അറിയാൻ മേല, എഴുതാനറിയാൻ മേല, പക്ഷെ എങ്ങനെ ഈ പെരുന്നാൾ കറക്റ്റ് എങ്ങനെ അറിയും? അച്ഛൻ ഓ അച്ഛൻ മൈക്കിൽ കൂടെ പറയുന്നത് അറിയും. ഓക്കെ. പിന്നെ ഈ അമ്പലത്തിലെ ഉത്സവം എങ്ങനെ വാവച്ചറിയും? തിരുമേനി പറയും. ഇപ്പം ഈ ക്രിസ്മസ്, ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ വരുമല്ലേ? ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ വരില്ലേ? അത് വരുമ്പം വാവച്ചൻ എവിടെയാ പോകാൻ ഇഷ്ടം? വാവച്ചന് തൃക്കുടിത്താനത്ത് പോകണ്ടേ? ബന്ധുക്കളെ കാണാൻ പോകണം താല്പര്യമില്ല? ഒരു പെങ്ങളില്ലേ കൂത്തുപറമ്പ്? അത് മരിച്ചുപോയി അല്ലേ? ആ ആ മൂത്തത്. ആ ഓ ഇനിയുള്ള ആൾ എവിടെയാ? ചാമമ്പതാലോ? വായ്പൂര്. ആ ആ അവിടെ പോകണ്ടേ? പെങ്ങളടുത്ത് അവരൊക്കെ വരുമോ? പെങ്ങളും മക്കളൊക്കെ വരുമല്ലേ? ഇടയ്ക്ക് വരുമല്ലേ? പെങ്ങള് വരത്തില്ല, വയ്യ. അപ്പനെ ഓർമ്മയുണ്ടോ? അപ്പന്റെ മുഖമൊക്കെ ഓർമ്മയുണ്ടോ? ചെറുപ്പത്തിലേ അടിക്കുകയൊക്കെ ചെയ്യോ? തല്ലുകയൊക്കെ ചെയ്യുമായിരുന്നോ? വഴക്ക് പറയായിരുന്നോ? നീ ഇങ്ങനെ പഠിക്കാതെ നടക്കുക എന്ന് പറഞ്ഞ് അപ്പം പറയായിരുന്നോ? അപ്പനോടാണോ വീതം പോയി ചോദിച്ചത്? വാവച്ചൻ അവിടുത്തെ പള്ളിയിലച്ഛനോട്, തൃക്കുടിത്താനത്ത് പള്ളിയിലച്ഛനോട് വാവച്ചന് അവിടെ മാമോദീസ മുക്കിയ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ? എന്നിട്ട് എന്താ അച്ഛൻ പറഞ്ഞേ? പുതിയ അച്ഛനായിരുന്നു. എന്താ അച്ഛൻ പറഞ്ഞേ? ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ അങ്ങനെ വെറുതെ ഇടാൻ പറ്റുമോ? എന്നിട്ട് വാവച്ചൻ ചുങ്കപ്പാറ പോയിട്ട് വേറെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അല്ലേ? തൃക്കുടിത്താനത്ത് വാവച്ചന് മാമോദീസ മുക്കിയ സർട്ടിഫിക്കറ്റ് കാണണം അല്ലേ? വലിയ കുടുംബത്തിലെ ആ എന്ത് അച്ഛനാത്? തിരുമേനിയെ ഫോൺ ചെയ്തു. ആ എന്നിട്ട് എന്ത് പറഞ്ഞു? ഏത് തിരുമേനിയാ? മാർപ്പാപ്പയെ ഫോൺ ചെയ്തോ? ഓ ശരി. നല്ല ഒന്നാം തരം കത്തോലിക്കനാ ആവശ്യം, റോമൻ കത്തോലിക്കൻ അല്ലേ? ഓ പഴയ കുടുംബത്തിലെ റോമൻ കത്തോലിക്കനാണ്. ആ പഴയ കുടുംബക്കാരാ, അതാണ് മാർപ്പാപ്പയെ വിളിക്കാം. ആ മാർപ്പാപ്പ എന്ത് പറഞ്ഞു? അച്ഛനെ അവിടുന്ന് വിട്ടു, ഓടിച്ചു. ഓ വേറെ അച്ഛനാണ്. ആ അച്ഛൻ കുഴപ്പമില്ല അല്ലേ? അങ്ങനെ അച്ഛനെ ട്രാൻസ്ഫർ ആക്കി അല്ലേ? SI നമ്മളെ എതിർക്കുന്ന ആരെയും നമ്മൾ നിർത്തുകയല്ല അവിടെ. അന്നേരം കളയണം അല്ലേ? ഇല്ല എന്താ എന്തായിരുന്നു? ആ അതെ അതെ സിനിമയിൽ പിന്നെ വന്നേ. പോലീസുകാരോട് പറഞ്ഞു ഇവിടെ പോലീസ് സ്റ്റേഷൻ വേണ്ട, അതെ മാറ്റാൻ പറഞ്ഞു. പള്ളിക്കൂടം ഉണ്ട്, വാതിക്കൽ മതി. ഓ വാച്ചൻ പറഞ്ഞു. ഓ അത് ശരി. എന്നേക്ക് വന്നാൽ 24 മണിക്കൂർ. ഓ എൻ്റെ അടുത്ത് വന്നാൽ 24 മണിക്കൂർ കൊണ്ട് പൊക്കണമെന്ന് പറയും. ഓ സ്കൂളിൻ്റെ അകത്തായിരുന്നു പോലീസ് സ്റ്റേഷൻ, പൊക്കളം പറഞ്ഞു.
ഇവിടെ പോലീസ് സ്റ്റേഷൻ വേണ്ട. പിള്ളേരെ പഠിക്കുന്ന സ്കൂളാ. അതിന് പോലീസ് സ്റ്റേഷൻ വേണ്ട. അങ്ങോട്ട് പോയി ഇങ്ങനെ അങ്ങനെ അമ്മ പോയി അവര് പോയി അല്ലേ? ഓ അതാണ് ആ ഒരു ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ 24 മണിക്കൂർ പൊക്കുന്നത്. ഓ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ 24 മണിക്കൂറിനകത്ത് ആ പ്രശ്നമാണ്. ഓ ഓ ഓ പിന്നെ പോലീസ് സ്റ്റേഷൻ കാണത്തില്ലെന്ന് പറഞ്ഞു. ഓ അപ്പൊ ആ ഒരു ഇതാണ് അല്ലേ പവർ. പഴയ പോലീസിന്റെ അല്ലേ? എന്തായാലും കൊള്ളാം. ഏതായാലും സിനിമയിലൊക്കെ വന്നു. ഇപ്പൊ എല്ലാവർക്കും അറിയാം ബാവച്ചനെ അല്ലേ? കരുണം ബാവച്ചൻ ഞടുക്കും. എന്താ ബെല്ല്? ആ ബെല്ല് അടിക്കുന്നില്ല വീട്ടിലെ. ആ ശരിയാക്കാം നമുക്ക് കേട്ടോ. ബെല്ലില്ലാത്ത നല്ലത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ആൾക്കാർ അടിക്കും. ബാബച്ചനെ കാരണത്തിന് വിളിച്ചുകൊണ്ട് പോകാനൊക്കെ ബെല്ല് വേണ്ട അല്ലേ? അല്ലെ മറ്റേ മണി അടിക്കാം. മണി പള്ളിയിലെ അതാണെങ്കിൽ പിന്നെ അല്ലേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാരെ അല്ലേ അതുള്ളതുകൊണ്ട് ഓർത്തിരിക്കും. എന്നോ ഭയങ്കര കൈക്കൂലി. ആര് പോലീസുകാരോ? അത് ശരിയാണ്, പറയാൻ ബുദ്ധിമുട്ടാണ്. കാശ് കിട്ടിയാൽ മതി. പക്ഷെ നിങ്ങളുള്ളപ്പം ബാവച്ചനൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളപ്പം നല്ലതല്ലായിരുന്നു പോലീസ്. ബാവച്ചനല്ലേ മഞ്ഞപ്പൊടി യൂസിനൊക്കെ പിടിച്ച് അല്ലേ? ചങ്ങനാശ്ശേരിയിലെ വലിയ കേടിയായിരുന്നു. ഇടിച്ചു ബാവച്ചൻ അല്ലേ? ധൈര്യമില്ല. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് മഞ്ഞപ്പൊടി ജോസ് അന്നത്തെ വലിയ നമ്മുടെ കീരിക്കാടൻ ജോസ് പോലെ വലിയ വലിയ അത് ചങ്ങനാശ്ശേരി മാർക്കറ്റില് അല്ലേ? അവൻ റൗഡിയാ. രണ്ട് പോലീസുകാരെ വിളിച്ചു പൊക്കി അകത്തിടാൻ പറഞ്ഞു. എന്നിട്ട് ചുമ്മാ ഇടാൻ പറ്റിയോ? അങ്ങനെ ചുമ്മാ എന്നാ മഞ്ഞപ്പൊടി ജോസ് പിടി തരുമോ? മഞ്ഞപ്പൊടി ജോസ് ചുമ്മാ ചെന്നാ അങ്ങനെ പിടുത്തം തരികയല്ലോ. പാവച്ചൻ പോയി പിടിച്ചോ? എങ്ങനെ? പിന്നെ അവൻ പൊങ്ങിയിട്ടില്ല അല്ലേ? ഒറ്റ ഇടി ഇടിച്ചാ പോക്കാ പിന്നെ അല്ലേ? എന്നാ ഇടി. അപ്പം പോലീസുകാരെ ട്രാൻസ്ഫർ ആക്കി, പിന്നെ പോലീസ് സ്റ്റേഷൻ മാറ്റിച്ചു, പിന്നെ പള്ളിയിലച്ഛനെ അവിടുന്ന് മാറ്റി. പിന്നെ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മന്ത്രിമാരെ വല്ലതും? പി ടി ചാക്കോടെ വലിയ ആളായിരുന്നല്ലോ, അവിടുത്തെ ആളായിരുന്നല്ലോ. അവിടെ ആയിരുന്നു. പ്രേമായിരുന്നു അല്ലേ ആവശ്യം? ആണല്ലേ? ഓഹോ, അതൊക്കെ പഴയ കാലം അല്ലേ? അങ്ങനെ ബാവച്ചന് ഒരു ചെറിയ പ്രേമം ഉണ്ടായിരുന്നു അല്ലേ? അവർക്കറിയായിരുന്നോ ബാവച്ചന് ഇഷ്ടമാണെന്ന്? അറിയായിരുന്നോ? ആയിരുന്നു. ബാവച്ചന് കല്യാണം കഴിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? പിരിച്ചാക്കോടെ ഇളയ മോള്. ഓ, പക്ഷെ അവരൊക്കെ അറിഞ്ഞ ബാവച്ചനെ അന്നേ കൊന്നാന്. നന്നായി. നമുക്കേ ഈ അവൾ സിനിമയില്ലേ, അവള് നമ്മുടെ പ്രഭയുടെ കഥയില്ലേ, അതിനകത്ത് സുരഭിയല്ലേ അഭിനയിച്ചിരിക്കുന്നത്? കണ്ടായിരുന്നോ സുരഭിയെ? സുരഭിയെ കണ്ടില്ലേ ഇന്ന്? കണ്ടോ?
എന്നാ പറഞ്ഞു സുരഭി? ഉപയോഗിച്ചില്ല. ആ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ആ സിനിമയിൽ ഇങ്ങനെ വന്ന് വാവച്ചന് സെക്യൂരിറ്റി ആയിട്ടിരിക്കില്ല അവിടെ, അതേപോലെ സെക്യൂരിറ്റി. അത് വലിയ ഇഷ്ടമാണ് ആ സെക്യൂരിറ്റി ആയിട്ടിരിക്കാനൊക്കെ. എന്നിട്ട് ഇങ്ങനെ താടിയെ പിടിക്കുന്നില്ലേ സുരഭി വന്നിട്ട്? സെക്യൂരിറ്റിമാരെ സഹായിക്കുന്നില്ല. ഇല്ലേ? ആ സമ്മതിക്കില്ല. അത് ഇതുപോലെ ഒന്നൊക്കെ ആ തോക്കൊക്കെ ഉണ്ടാവും. സെക്യൂരിറ്റി തോക്കാണ്. നല്ല കഥയിലേക്കും. നല്ല ഗമയിലായിരിക്കും. ഇനി പോലീസിൽ എടുക്കുവാണെങ്കിലേ ഏത് വകുപ്പായിരിക്കും എടുക്കുന്ന ആവശ്യം? IPS. ഓ, അതിന്റെ താഴോട്ടാണോ വേണ്ട? അല്ല, ഈ IPS എന്താ എന്താ? ഈ പോലീസ് ഓരോ സ്ഥലത്തോട്ട് മാത്രമാണ്. ഓ, പോലീസുകാരെ മാറ്റുന്ന ആളാണ് IPS. ഓ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഓഹോ, കേട്ടില്ലെങ്കിൽ ജോലിയില്ല. നമ്മൾ പറയുന്നത് കേൾക്കുള്ളൂ, കേട്ടില്ലെങ്കിൽ ജോലിയില്ല. ഓ കൊള്ളാം. എന്നാലും ബാബച്ചനെ പോലെയുള്ള IPS ഓഫീസർമാര് കേരളത്തിൽ വേണം. എന്നാലേ ഉള്ളൂ പോലീസുകാർ മര്യാദ പഠിക്കുള്ളൂ, അല്ലേ? കൈക്കൂലി മരിക്കാൻ സമ്മതിക്കത്തില്ല, സസ്പെൻഡ് ചെയ്യും. പിന്നെ കള്ളന്മാരെ ഗുണ്ടകളെ എല്ലാം പേടിച്ച് ശരിയാക്കും, അല്ലേ? കള്ളത്തരം കാണിച്ച് അപ്പോഴേ പറഞ്ഞോളൂ. മന്ത്രിമാരെ വല്ലതും പരിചയമുണ്ടോ? പാവച്ചന്റെ വീട് കയറി താമസിച്ചപ്പോ ഏത് മന്ത്രിയാ വന്നേ? ആ, അന്നത്തെ മന്ത്രിയാ. കാർത്തികേയൻ വന്നിട്ടാണ് താക്കോൽദാനം ചെയ്തത്, ഓർക്കുന്നുണ്ടോ? ആ, മരിച്ചുപോയി. നല്ല മന്ത്രിയായിരുന്നു. മരിച്ചുപോയി. ഇപ്പൊ ആരെങ്കിലും മന്ത്രിമാരെ അറിയോ? വോട്ട് ചെയ്യാൻ പോകാറുണ്ടോ? വോട്ട് ചെയ്യുവോ പാവച്ചൻ? ആ, ബൂത്തില് ആ 3 പാർട്ടികളുണ്ട്. ഏതില് കുത്തണം എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യും പാവച്ചൻ? 3ലും കുത്തും. ആ, അത് ശരി, നല്ല പരിപാടി. അപ്പൊ 3ലും കുത്തിയ അസാധുവായി പോകത്തില്ലേ പാവച്ച? അപ്പൊ എന്ത് ചെയ്യും? ആ വോട്ട് പോയില്ലേ? ഒരെണ്ണത്തിലേ കുത്താൻ പറ്റുള്ളൂ, കുത്താൻ പാടുള്ളൂ. അപ്പൊ എല്ലാ വർഷവും അല്ല, എല്ലാ പ്രാവശ്യവും വോട്ട് ചെയ്യുമ്പോൾ 3ലും കുത്തും, എല്ലാ പാർട്ടിയും കുത്തും. ഒരു പാർട്ടിക്കുള്ളൂ. ആ, കുഴപ്പമില്ല. അങ്ങനെ ഒരു പാട്ടോടെ പാടണം. ആവശ്യൻ്റെ ഒരു ഇതുണ്ടല്ലോ, കഥാപ്രസംഗം. ആ, കഥാപ്രസംഗം വേണ്ട. പിന്നെ മലയപ്പുഴേന്റെ പാട്ട് പറയുക ആവശ്യത്തിന്. ഒച്ചയില്ല. ആ, എന്തായാലും ഇത്ര പാട്ടൊക്കെ പാടിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഒരു പടം കൂടെ, കരുണം പോലത്തെ നായകനായിട്ട് ഒരു പടം കൂടെ ചെയ്യണം കേട്ടോ. സമ്മതിച്ചോ?